ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ബോഡി അർജുൻ്റെ ബോഡി അത് കാലിൽ നോക്കിയിട്ട് ബോഡി നമ്മളതല്ല, അർജുന്റെ ബോഡി അല്ലത്. അത് ഇപ്പം ഇന്ന് തെരച്ചിൽ നടത്താൻ പറ്റില്ല, മഴയാണ്. മഴ നിறுத்திட்டு இப்ப மைந்தனுள்ள பாடி கடல் கிணறுல வீழுவல அப்ப எடுத்துட்டு வந்து ஆறுன்னு கரெக்டாக சொல்லுவேன். ദിവസങ്ങൾ മുൻപ് ചൂരൽമലയിൽ ഉരുളുപൊട്ടിയപ്പോൾ എല്ലാവരും മറന്നുപോയൊരു വിഷയമാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ. അർജുൻ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ട് അർജുൻ്റെ വീട്ടുകാരും ഒരു നാട് മുഴുവൻ. ഈശ്വർ മാൽപ്പെ തിരച്ചിലിന് ഇന്നിറങ്ങും നാളെ ഇറങ്ങുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതോടൊപ്പം ഹൈക്കോടതി തിരച്ചിൽ നിർത്തരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപ്പെ തൻ്റെ സ്വന്തം ചെലവിലാണ് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനമെല്ലാം നടത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു മൃതദേഹം കുറച്ച് മണിക്കൂറുകൾ മുൻപ് ഷിരൂരിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വന്നത്. എന്നാൽ അർജുനടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും നമുക്ക് ഈശ്വർ മാൽപ്പയോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള മൃതദേഹം അർജുൻ്റെ തന്നെയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന്. ഈശ്വർ മാൽപ്പ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഹലോ 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 സാർ, ഷിരൂരിലെ അവസ്ഥ അറിയാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. ഇപ്പൊ പോയത് നമ്മൾ കടലിൽ പോയി ഒരുപാട് കാറ്റ് മഴ വന്ന് പിന്നെ തിരിഞ്ഞു വന്ന് ആ ബോഡി അടുത്ത പോയി കാലിലെ 7 o'clock അവർ നോക്കി. ഞങ്ങൾ പോകുന്ന 2 മണി ഒത്തിരി ദൂരം പോയിട്ടുണ്ട്. അത് അവിടെ പോയി കാണാൻ വയ്യ. പിന്നെ മഴ വന്ന് പിന്നെ തിരിഞ്ഞു വന്ന് ഞങ്ങൾ. ഇപ്പം അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? മഴ പിന്നെ കടലിൽ റഫായിട്ടിരുന്ന് പോകാൻ ഒരുപാട്. ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ബോഡി അർജുൻ്റെ ബോഡി അത് കാലിൽ നോക്കിയിട്ട് ബോഡി നമ്മളതല്ല, അർജുന്റെ ബോഡി അല്ലത്. അത് ജാർഖണ്ഡ് ഒരാള് 1 hourലെ ഫിഷർമാൻ കീഴെ നിന്നിട്ടുണ്ട്. അയാളുടെ ബോഡിന് അവർ ആ ബോഡിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അവരുടെ ബോഡിയിൽ നിന്ന്. ഇപ്പൊ അത് ബോഡി കൺഫേം ആയില്ലേ, അവരുടെ ബോഡി തന്നെ, അത് അർജുന്റെ ബോഡി അല്ലേ. ഓക്കെ, ഇപ്പം തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, ഇപ്പൊ തിരിഞ്ഞു വന്ന് ഞങ്ങളിപ്പോ നാളെ കാലിൽ നോക്കുന്നത്. ഇപ്പൊ തുഫാനായല്ലേ, കാര്യമല്ല തുടങ്ങി, അതിന് ഒപ്പത്ത് വന്നു. അപ്പം ഇനിയിപ്പം ഇന്ന് തെരച്ചിൽ നടത്താൻ പറ്റില്ല, മഴയാണ്. മഴ നിறுத்திட்டு ഇപ്പൊ മൈന്ദനുള്ള ബോഡി കടൽ കിണറിൽ വീഴുവല അപ്പൊ എടുത്തോണ്ട് വന്ന് ആറുന്ന് കറക്റ്റായി சொல்லுவேன். തെരച്ചിൽ നടത്താനുള്ള പ്രധാന പ്രശ്നം എന്താണ്? തടസ്സം ഒന്നുമില്ല. ഇപ്പൊ മഴയല്ലേ, ഇപ്പൊ തുടങ്ങണം. നാളെ കാലില് ഞങ്ങൾ പിന്നെ അവിടെ തുടങ്ങും. എവിടെ പോയി പിന്നെ വണ്ടി എവിടെ പിന്നെ അവിടെ തന്നെ മുങ്ങാനുണ്ട്, അവിടെ തന്നെ പോകും. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉള്ള അപ്രൂവൽ കിട്ടിയോ? ഇല്ല കിട്ടില്ല. അതേ ബുദ്ധിമുട്ടായി നമുക്കിപ്പോ. അവർ എത്ര പ്രാവശ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ടാവോ, എത്ര സ്കൂബ ഡൈവർ കൊണ്ടുവന്ന അവർ നമുക്കൊരു പെർമിഷൻ കൊടുക്കത്തില്ലേ. അതേ ബുദ്ധിമുട്ടായി. ഇന്ന് കാലിൽ പോകണം. ഒത്തിരി കമ്മിയുണ്ട് തന്നി. പിന്നെ വലിവെല്ല കമ്മിയായി, വെള്ളം മാത്രം റെഡുണ്ട്. പിന്നെ എല്ലാം വെളിയില്ല. പിന്നെ തന്നി ഒത്തിരി 10-12 ഫീറ്റ് തന്നി കീഴെ പോയിട്ടുണ്ട്. അന്വേഷണം നടത്താൻ ഇനി എത്രത്തോളം ചാൻസ് ഉണ്ടാവുമെന്നാണ് സാറിന് തോന്നുന്നത്? ഞങ്ങള് ഇപ്പൊ നാളെ കാലിലെ തുടങ്ങും. ഇപ്പൊ അവർക്ക് തൊള്ളായിരം പെണ്ണുങ്ങളുടെ ഇതിലെ പോയിട്ട് ഒരു വണ്ടിയുണ്ട് നോക്കുന്നു. അതിലുള്ള അർജുനുണ്ട് ഫുള്ളുണ്ടെങ്കിൽ മേലെ കൊടുക്കണം. അതേപോലെ എനിക്കൊരു അതിന് ഇപ്പോഴാണ് 6 പ്രാവശ്യം ഇപ്പൊ ആ സ്ഥലത്തിൽ വന്നേ. അപ്പൊ മൽപ്പിന്റെ അവിടെ പറഞ്ഞ 200 കിലോമീറ്റർ ഉണ്ട്. 6 ഉറുപ്പിക കൊടുത്തിന്. എന്റെ ചെലവ് ഞാൻ വന്നിട്ട് നോക്കാനായിട്ട് വന്നിട്ടോ. ഇപ്പം സാറിന്റെ സ്വന്തം ചെലവിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വന്തം കയ്യില് എനിക്ക് 40,000 രൂപ ചെലവായി ഡീസലിന്. ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നു. ഒരു വണ്ടി 40,000. 6 പ്രാവശ്യം അവിടെ വന്ന. 6 ഉറുപ്പിക കൊടുത്തില്ല, സർക്കാർ കൊടുത്തില്ല. പിന്നെ 6 ഞാൻ പൈസ എടുക്കാൻ പോയില്ല. ഞാൻ സ്വന്തമായിട്ട് അർജുൻ്റെ ഒരു മുക്തി കിട്ടിയിട്ടില്ല. അർജുൻ ജീവന്തായിട്ട് ആ വണ്ടിയിലെ ഉള്ളുണ്ടെങ്കിൽ എടുക്കാനായിട്ട് 6 പ്രാവശ്യം ഞാൻ വന്നു. സുമാർ 400 കിലോമീറ്റർ ആവും എനിക്ക് പറഞ്ഞു അവിടെ. നാളെ എന്തായാലും ഇറങ്ങാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്? കൺഫേം ആണോ? കൺഫേം. ഞാൻ അവർക്ക് ചൊല്ലില്ലേ, പെർമിഷൻ കിട്ടില്ലേ പറയില്ല. ഒരു വർഷം മുന്നിട്ട് നോക്കാണ്ട് ഫ്ലോ ഉണ്ട് തന്നെ. ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അഥവാ നാളെ ഇറങ്ങുവാണെങ്കിൽ തന്നെ ലോറി കാണുവാണെങ്കിൽ എങ്ങനെ റെസ്ക്യൂ ചെയ്ത് എടുക്കാനാണ് സാർ തീരുമാനിച്ചിരിക്കുന്നത്? കണ്ടിപ്പോ നാളെ നോക്കാം. എന്നെ നോക്കുന്നു. നാളെ കാലിൽ മുങ്ങിട്ട് എവിടെ നോക്കിയിട്ട് ആ വണ്ടിയുള്ള അർജുനുണ്ട് എടുക്കാൻ ഓരോ ട്രൈ ആണ് കണ്ടിപ്പായിട്ട്. ഇതിനു മുൻപ് കുറേ ഫേക്ക് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അർജുൻ്റെ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്.
ಇಲ್ಲ ಯಾರು ಸದ್ಯದ ಇಲ್ಲ ಲಾರಿ ಕಂಡಿಟ್ಟಿಲ್ಲ ಲಾರಿ ಕಂಡಿട്ട് കൺഫർം ആയിരിക്കും ഇങ്ങനെ എല്ലാവർക്കും சொல்லൊരു മണ്ണിന്റെ ഉള്ളിലുണ്ട് അതിപ്പോ നേരത്തെ ഒരു വണ്ടി കീഴെ വീണ സമയത്തിൽ ഒരു വണ്ടി മണ്ണിലെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഇത് വണ്ടിയില്ലേ അർജുന ഇല്ലെങ്കിൽ പിന്നിട്ട് വണ്ടി കിട്ടും ഇല്ല വീഡിയോ ഇല്ലേ അനുഭവത്തില്ല അത് അർജുന തന്നി പിന്നിട്ട് തെരിയില്ല ഒന്ന് ഓക്കെ ഇന്നിപ്പോൾ ഇനി എന്തായാലും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇല്ല അതിപ്പോ ബോഡിക്ക് ഇപ്പൊ നാളെ കാല കൺഫർം ആവും ഇത് ഈ ബോഡി ഇപ്പൊ നമുക്ക് നോക്കാൻ പോയ ബോഡി അത് അർജുന്റെ ബോഡി അല്ല അത് കൺഫർം ആയിട്ട് അത് ഒന്നാറിന്റെ ജാർഖണ്ഡിലെ ആദ്മി ആ ഒരു ഫിഷർമാൻ കീഴെ 3 നാളിന് മുന്നാണ് ഓക്കെ ഇനിയിപ്പം നാളെ എന്തായാലും ഇറങ്ങണം എന്നാണല്ലോ സാറ് പറയുന്നത് അപ്പം നാളത്തെ വെതർ കണ്ടീഷൻ എങ്ങനെ ആയാലും ഇറങ്ങുമെന്ന് ഉറപ്പാണോ കണ്ടിപ്പാ ഞങ്ങൾ നാളെ കാല ഇറങ്ങുന്നുണ്ട് കണ്ടിപ്പോ നിങ്ങൾക്ക് കോൾ പണിട്ട് ചൊല്ലോ ഇപ്പൊ അവര് എനിക്ക് പെർമിഷൻ കൊടുത്തില്ല ഒന്നും സാർ എന്നത്തേനും പേരില്ല ഓക്കെ ഹൈക്കോർട്ടിൽ നിന്ന് പെർമിഷൻ ഉള്ളത് തെരച്ചിൽ നിർത്തരുതെന്നാണല്ലോ സ്റ്റോപ്പ് ചെയ്യരുതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആ അവിടെ പോലീസുകാരുണ്ട് ഇന്ന് കാലിലെ പോയി പോലീസുകാരെല്ലാം ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഈ ബോഡി കേടാമെന്ന് അവിടെ ഒന്നും ഇല്ല പിന്നെ വന്നിപ്പോ നാളെ കാലിലെ നോക്കാം ഓക്കെ സാർ താങ്ക് യു നമ്മളിപ്പോൾ ഈശ്വർ മാൽപ്പയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് കണ്ടെത്തിയ മൃതദേഹം അർജുൻ്റേതല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അത് മറ്റാരുടെയും മൃതദേഹമാണെന്നാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ അവിടുത്തെ ഒരു വെതർ കണ്ടീഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാനുള്ള അനുമതി ഇതുവരെയും കിട്ടിയിട്ടില്ല എന്തുതന്നെ ആയാലും അദ്ദേഹം നാളെ എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും നാളെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വെതർ കണ്ടീഷൻ എത്ര മോശമാണെങ്കിൽ തന്നെയും ആൽപ്പ ഇറങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു നാട് മുഴുവൻ നമ്മുടെ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ് തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമുക്കും കാത്തിരിക്കാം